السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام من لا نبي بعده وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, മസ്കറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററുമായി വളരെ സുദീർഘമായ ഒരു വേള ഇസ്ലാഹി സെൻറ്റർ ഇവിടെ ആരംഭിച്ച കാലം മുതൽ തുടക്കക്കാരായ PA ഇബ്രാഹിം സാഹിബും റഹീം സാഹിബും അടക്കമുള്ള ആളുകൾ മുതൽ ഇതുവരെയുള്ള ഭാരവാഹികൾ വരെ, സംഘാടകർ വരെ, പ്രവർത്തകർ വരെ അവരൊക്കെയായി ബന്ധം പുലർത്താനുള്ളൊരവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞു. നിങ്ങളിൽ പലരും പുതിയ ആളുകളാണ്, കാണാനും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ, അതിലാർക്കും സംശയമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുപാട് ലഭിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന സത്യം പക്ഷേ മനുഷ്യർ അധിക പേരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പോരായ്മ. നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, മനുഷ്യജീവിതം എന്നുള്ളത് വളരെ വളരെ ശുഷ്കമായ, വളരെ ദുർബലമായ, വളരെ പരിമിതമായ സമയത്തിൽ മാത്രം നിന്ന് ഒടുങ്ങിപ്പോകുന്ന ജീവിതമാണ്. മനുഷ്യനേക്കാൾ ആയുസ്സുള്ള ഇതര ജന്തു വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യരെക്കാൾ കരുത്തുള്ള ജന്തുക്കൾ ഇവിടെയുണ്ട്. പക്ഷേ മനുഷ്യൻ അല്ലാഹു സവിശേഷമായൊരു കഴിവ് നൽകിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 30 മുതൽ 34 കൂടിയ ആയത്തുകൾ. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അല്ലാഹു ഭൂമിയിൽ ഒരു തലമുറകളായി ജീവിച്ചു പോകുന്ന ഒരു വിഭാഗത്തെ, ഒരു പിൻഗാമിയെ, ഒരു ഖലീഫയെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. ഖാലൂ അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ പറഞ്ഞു, പടച്ചോനെ, ഈ ഭൂമിയിൽ എന്തിനാണ് രക്തം ചിന്തുന്ന, അടിച്ചു പിരിയുന്ന, തമ്മിൽ തലതല്ലി കീറുന്ന, ഫിത്നകൾ വിതമ്പുന്ന വിഭാഗത്തെ സൃഷ്ടിക്കണം? നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച്, നിനക്ക് സ്തോത്രങ്ങൾ അർപ്പിച്ച്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി ഞങ്ങളിവിടെ ഉണ്ടല്ലോ. മലക്കുകൾ പറയുകയാണ്. അള്ളാഹു മറുപടി കൊടുത്തു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അറിയുന്നവനാണ് ഞാൻ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അറിയുന്നവനാണ് ഞാൻ. അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ തുടക്കം അവിടെ കുറിച്ചു. എന്നിട്ട് ആദമിനെ വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറളഹും അലൽ മലായികതി ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹഉലാഇ ഇൻ കുൻതും സാദിഖീൻ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അസീസുൽ ഹകീം. മലക്കുകൾക്ക് മുമ്പിൽ ഒരുപാട് വസ്തുക്കളെ, പ്രകൃതിയിലെ വസ്തുക്കളെ, നമുക്ക് ഉപയോഗിക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെയൊക്കെയും സംവിധാനിച്ച് അതിന് പേര് നൽകിക്കൊണ്ട് ആ വസ്തുക്കളെ മലക്കുകളോട് ഇതിൻ്റെ പേരുകൾ പറയൂ, ഇതിൻ്റെ ഗുണങ്ങൾ പറയൂ എന്ന് അള്ളാഹു കൽപ്പിച്ചപ്പോൾ മലക്കുകൾ നിസ്സഹായരായുകയാണ്. മലക്കുകൾ പറയാണ്, പടച്ചവനെ, നീ പ്രത്യേകമായി പഠിപ്പിച്ചു തന്ന അറിവുകളല്ലാതെ മറ്റൊരറിവും ഞങ്ങൾക്കില്ല. നീ പ്രത്യേകമായി പറഞ്ഞു തന്നല്ലാത്ത, പഠിപ്പിച്ചു തന്നല്ലാത്ത, നൽകിയതല്ലാത്ത ഒരറിവും ഞങ്ങൾക്കില്ല റബ്ബേ എന്ന് പറഞ്ഞ് മലക്കുകൾ നിസ്സഹായരായിപ്പോയി. ഇതിൻ്റെ പേരുകൾ, നാമങ്ങൾ, കസേരയാണെങ്കിൽ കസേര, മൈക്കാണെങ്കിൽ മൈക്ക്, സ്റ്റാൻഡാണെങ്കിൽ സ്റ്റാൻഡ്, ഫാൻ ആണെങ്കിൽ ഫാന്, ഇതിൻ്റെയൊക്കെ ദൗത്യ നിർവഹണം എന്താണെന്ന് അറിയാൻ കഴിയാതെ, അല്ലെങ്കിൽ പറയാൻ കഴിയാതെ, അറിവില്ലാതെ
മലക്കുകൾ നിസ്സഹാരായി. പടച്ചവൻ ആദമിനോട് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ആദം എല്ലാറ്റിൻ്റെയും നാമങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാ നാമങ്ങളും പറഞ്ഞു കൊടുത്തു. എല്ലാറ്റിൻ്റെയും ദൗത്യം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവും മലക്കുകളോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞില്ലേ ആകാശഭൂമികളിലുള്ള ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് അറിയുന്നവനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ ആദമിന് സുജൂദ് ചെയ്യുക. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ, ആദമിന് നിങ്ങളൊക്കെ സുജൂദ് ചെയ്യൂ. ഫസ്ജുദൂ, അവരൊക്കെ സുജൂദ് ചെയ്തു. അതിൽ ഇബ്ലീസ് എന്ന അഹങ്കാരിയായ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. പക്ഷെ മലക്കുകൾ അഖിലവും സുജൂദ് ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിസ്സാരനായ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ, തൻ്റെ മരണം എപ്പോഴായിരിക്കുമെന്ന ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത മനുഷ്യൻ, തൊട്ടടുത്ത നിമിഷം ഞാൻ എന്തായി തീരുമെന്ന ഒരറിവ് പോലും എനിക്കില്ല, നിങ്ങൾക്ക് ആർക്കുമില്ല. ഏത് വലിയ ബുദ്ധിജീവിക്കും, ഏത് വലിയ വിശഗ്ധരന് പോലും ഇല്ല ആ അറിവ്. അങ്ങനെ നിസ്സഹായനായ മനുഷ്യൻ, ആ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, അവന് ചിന്താശക്തിയുണ്ട്, ചിന്താശേഷിയുണ്ട്. അവൻ അത്തരത്തിൽ അറിവുകൾ നേടി അത് തൻ്റെ ജീവിതായോധനത്തിന് അല്ലെങ്കിൽ പ്രകൃതിയിലെ സംവിധാനങ്ങൾക്ക് ഇവിടെ വർണ്ണാഭമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കഴിവായി ഉപയോഗപ്പെടുത്താൻ അവന് കഴിയും. മറ്റൊരു ജന്തു ജീവിവർഗങ്ങൾക്കുമൊന്നും അതിന് കഴിയില്ല എന്ന വസ്തുത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രത്യേക കഴിവുള്ള മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകളോട് പറഞ്ഞു. അള്ളാഹു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷതയാണിത്. ഇவ்விധത്തിൽ മനുഷ്യനെ ഇത്രത്തോളം ഉയർന്ന നിലയിൽ അള്ളാഹുവിന് നിരന്തരമായി ഒരു പാപം പോലും, ഒരു മോശപ്രവർത്തനം പോലും, മോശപ്പെട്ട ചിന്ത പോലും നിർവഹിക്കാതെ നിരന്തരമായി അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളെക്കാൾ ഉയർന്ന സ്ഥാനം മനുഷ്യനുണ്ട് എന്ന് പഠിപ്പിക്കുക വഴി ലോകത്തോട് ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രഖ്യാപനം എന്താണെന്നോ? ഈ മനുഷ്യനോളം കഴിവില്ല ഒന്നുമില്ല എന്നാണ്. ഇത്രമേൽ മനുഷ്യനെ ഉയർന്ന വിധാനത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സന്ദേശം മറ്റൊരു മതത്തിലോ മറ്റൊരു ഗ്രന്ഥത്തിലോ നമുക്ക് കാണാൻ കഴിയില്ല. അவ்விധത്തിൽ മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഉയർത്തിക്കാണിച്ചിരിക്കുന്നു. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഒരുപാട് മനുഷ്യന്മാരെ, ഒരുപാട് ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളെ കത്തിജ്വലിക്കുന്ന നരകത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യരിൽ അധിക പേർ എന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് ആളുകളെ കത്തിജ്വലിക്കുന്ന നരകത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ആ ഹൃദയങ്ങൾ കൊണ്ട് അവർ ആവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ചിന്താശേഷിയുള്ള മനുഷ്യനെയാണ് മലക്കുകൾ സുജൂദ് ചെയ്തിരുന്നത്. ഇവിടെ മനുഷ്യൻ ചിന്തിക്കാതെ പോവുകയാണ്. അവന്റെ ചിന്താശേഷി അവൻ മരവിപ്പിച്ചിരിക്കുന്നു. ആവശ്യമുള്ളത് ചിന്തിക്കാതെ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് അവർ ആവശ്യമായതിനെ കാണുന്നില്ല. ആവശ്യമില്ലാത്തത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കാതുകളുണ്ട്, പക്ഷേ ആവശ്യമായതിനെ അവർ കേൾക്കുന്നില്ല. അവർ ആവശ്യമില്ലാത്തത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഉലൈക കൽ അൻആം. അവർ നാൽക്കാലികളെ പോലെയാണ്. നാല് കാലുള്ള, ഒന്നിനും കൊള്ളാത്ത, ഒരു ഉപകാരവുമില്ലാത്ത, നമ്മളൊക്കെ അകറ്റി നിർത്തുന്ന ജീവിവർഗത്തെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല. കാരണം
അതിന് അത്തരം ജീവിവർഗത്തിന് ഇത്തിരിയെങ്കിലും നന്ദി ഉണ്ടാവും. മനുഷ്യന് അത്ര പോലും നന്ദിയില്ല. ആവശ്യമില്ലാത്തത് കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഉലൈക കൽ അൻആം ബൽ ഹും അവൽ, അല്ല, അതിനേക്കാൾ മോശമാണവർ, അതിനേക്കാൾ നികൃഷ്ടരാണവർ, അതിനേക്കാൾ നിന്ദ്യരാണവർ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു പൊട്ടന്മാർ, അവർ തന്നെയാകുന്നു വിവരദോഷികൾ. നേരത്തെ മനുഷ്യന്റെ കഴിവ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് പറഞ്ഞ അതേ മനുഷ്യന്റെ മറ്റൊരവസ്ഥയാണ് ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് ആവശ്യമായത് ചിന്തിക്കാത്ത മനുഷ്യൻ പോവുക എന്ന പാഠമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആനിലെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും നല്ല ഘടനയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, വിശുദ്ധമായ ഘടനയോടെ. പക്ഷേ അവനെ അധമരാക്കിയിരിക്കുന്നു. അള്ളാഹു എങ്ങനെ ആക്കിയിരിക്കുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കാത്ത, ആലോചിക്കാത്ത, നല്ലത് കാണാൻ കഴിയാത്ത, നല്ലത് കേൾക്കാൻ കഴിയാത്ത, നല്ലത് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ അള്ളാഹു അധമരാക്കും എന്ന പാഠമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങളുമായി ഭൂമിയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യൻ ഈ രണ്ട് സ്വഭാവത്തിൽ ഏതും തിരഞ്ഞെടുക്കാം. നല്ല രീതിയിൽ ജീവിക്കണോ, പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കണോ, മലക്കുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനമാനങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അവന് ലഭിക്കും. അല്ല, തന്നിഷ്ടപ്രകാരമാണോ ജീവിക്കുന്നത്, അവൻ നിന്ദനായി നരകത്തിലെത്തിപ്പോഴും. നിനക്ക് ഏത് വഴി വേണം? തിരഞ്ഞെടുക്കാം. സ്വതന്ത്രം നൽകിയിരിക്കുന്നു പടച്ചവൻ. നമ്മുടെ ഈ കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ന്യായവാദങ്ങളുണ്ട്. മതം എന്നുള്ളത് മനുഷ്യന്റെ പരിഷ്കാരത്തെ, മനുഷ്യന്റെ സംസ്കാരത്തെ പിടിച്ചു കെട്ടുന്ന ഒരു ഏർപ്പാടാണ്. മനുഷ്യന്റെ പുരോഗതിയെ തളർത്തുന്ന ഏർപ്പാടാണ്. മനുഷ്യന് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണ് മതം. മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഒരു ഉപകാരവും ചെയ്യാത്തതാണ് മതം എന്നിത്യാദി ഒരുപാട് വാദങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വാദങ്ങൾ. എൻ്റെ ശരീരം അതെൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, അവൻ്റെ ശരീരം എന്തൊക്കെ തേടുന്നുണ്ടോ അതിൻ്റെ പിന്നാലെ പോയി ദേഹേച്ഛക്കൊപ്പം ജീവിച്ച് അങ്ങനെ ഒടുങ്ങിപ്പോകുന്ന ജീവിതത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന പുതിയ പുതിയ തിയറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അതിൻ്റെ പിന്നാലെയാണ്. ഈ രണ്ട് രീതിയിൽ എന്ത് സ്വീകരിക്കണം? ചിന്താശേഷിയുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഏതാണിതിൽ ജീവിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ, ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ചരക്കാണ് കേട്ടോ, വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന വിഭവമാണ് കേട്ടോ ദുനിയാവെന്ന്. എന്നാൽ ദുനിയാവിനെ പടച്ചോൻ ദുനിയാവിനെ ശ്രദ്ധിക്കാതെ പോകണമെന്ന് പറഞ്ഞോ? ഇല്ല. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ തന്നെ ഹസനത്ത് വേണമെന്നുള്ള പ്രാർത്ഥന നമ്മളോട് നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മതം, പടച്ചോൻ, പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ദുനിയാവിനെ നിശേഷം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമേ അല്ല ഇസ്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മല കയറി, കാട് കയറി, വിവാഹബന്ധം പോലും വേണ്ടാത്ത വിധത്തിൽ അങ്ങനെ ജീവിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടേ ഇല്ല. അത് പ്രകൃതി വിരുദ്ധമായ ജീവിതമാണ്, മനുഷ്യന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ്. വൈവാഹിക ബന്ധം മുതലുള്ള കാര്യങ്ങൾ മനുഷ്യനൊരു സാമൂഹിക ജീവി എന്ന രീതിയിൽ സമൂഹവുമായി ഇടകലർന്നുകൊണ്ട്, സമൂഹത്തിനൊപ്പം ചേർന്നുകൊണ്ട്, സമൂഹത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ സന്ദേശം, നിർദ്ദേശം കാലാതിവർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത് എൻ്റെ ജീവിതം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ എന്നതിൻ്റെ പേരിൽ ആസ്വദിച്ചാർമാദിച്ച് കണ്ട സുഖത്തിൻ്റെയൊക്കെ പിന്നാലെ പറന്നു കൊണ്ടുപോയി ജീവിക്കണോ? ജീവിക്കാം. പക്ഷെ ആർക്കൊക്കെ അതിന് കഴിയും? അതിന് കഴിയണമെങ്കിൽ ഒന്ന് ആരോഗ്യം വേണം.
2 സാമ്പത്തിക സൗകര്യം വേണം. 3 അവന് കഴിവ്, സുഖിക്കാനുള്ള കഴിവ് വേണം, ആസ്വദിക്കാനുള്ള കഴിവ് വേണം. കാലില്ലാത്ത ഒരു മനുഷ്യൻ, 2 കാലുമില്ലാതെ നടന്നു പോകാൻ കഴിയാത്ത ഒരു മനുഷ്യൻ കട്ടിൽ കിടന്ന് അവന് കാലുള്ള ഒരാളെ പോലെ സുഖിച്ച് ജീവിക്കാൻ കഴിയില്ല. പണമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആരോഗ്യമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിലുള്ള കഴിവ് കൂടി വേണം. അത് 3 ഉള്ളവർക്ക് തൽക്കാലം കുറച്ചു കാലം ജീവിക്കാം, അല്ലേ? ഒരു 10, 30, 10, 40, കൂടിയ ഒരു 10-50 വയസ്സ് വരെയൊക്കെ ജീവിക്കാം. അത് കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോകും. എല്ലാ മനുഷ്യരും 40-50 വയസ്സ് വരെ ജീവിക്കും, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കും എന്നൊരു കണക്കും ആർക്കും പറയാൻ കഴിയില്ല. എത്രത്തോളം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന മനുഷ്യൻ, ആരോഗ്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ, ഇത്രയേയുള്ളൂ. വളരെ ചുരുങ്ങിയ കാലം അവൻ ആസ്വദിച്ച് ആർമാദിച്ച് ജീവിക്കാൻ കഴിയും. ആരോഗ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല. പണവും സൗകര്യവും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലക്ക്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും വിശിഷ്ട വിഭാഗമായ മനുഷ്യൻ എന്ന നിലക്ക് അവൻ്റെ ജീവിതം ഈ ആശയമനുസരിച്ച് പരാജയമാണ്. കാരണം ഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ ജീവിക്കാനുള്ള സൗകര്യമില്ല, കഴിവില്ല. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ പ്രകൃതിയെ മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഈ ദുനിയാവിൽ സാമൂഹിക ജീവി എന്ന നിലക്ക് നമ്മൾ ഒന്നാമതായി പടച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒന്നാമതായി ഉണ്ടാക്കുക, മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കിക്കൊണ്ട് ജീവിക്കുക, ഈ പ്രകൃതിയോട് ഉള്ള ബാധ്യതകൾ നിർവഹിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മതം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലക്കത് ദറഇനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഒരുപാട് ആളുകളെ, ജിന്നിനെയും മനുഷ്യരെയും നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അല്ലാതെ സ്വർഗവും പടച്ചവൻ സംവിധാനിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമം, അതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതനുസരിച്ച് ജീവിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമില്ലെങ്കിലും, സാമ്പത്തിക സൗകര്യമില്ലെങ്കിലും, കഴിവുകളില്ലെങ്കിലും, സ്വാധീനങ്ങളില്ലെങ്കിലും, ഒന്നുമില്ലെങ്കിൽ പോലും തീരെ ദുർബലനായ മനുഷ്യനായിട്ടാണ്, ഇവിടെ പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അവന് വലിയൊരു രക്ഷ പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. തൽക്കാലം കുറച്ച് പ്രയാസം ഉണ്ടാവും, അവന് വലിയൊരു രക്ഷ പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. അതിലൊന്നാമത് പടച്ചവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മളെ സൃഷ്ടിച്ച ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ മാസം മുതൽ ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയമിടിപ്പ് അവസാനിക്കുന്നത് എൻ്റെ മരണമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പോരായ്മയുമില്ലാതെ. 1 മിനിറ്റിൽ ഇത്ര എന്നുള്ളതിനൊരു കണക്കുണ്ട്. അതങ്ങനെ തന്നെ തുടർന്ന് വരികയാണ്. നമ്മുടെയൊക്കെ ഹൃദയം ആ രീതിയിൽ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട് എന്ന ബോധ്യം ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കുറിച്ച് പഠിക്കുമ്പോൾ പോലും മനുഷ്യന് വ്യക്തമാണ്. അങ്ങനെ നമ്മളെ ആ ഗർഭപാത്രത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ഓരോരുത്തർക്കും ഓരോ മുഖമാണ്, ഓരോരുത്തർക്കും ഓരോ ശബ്ദമാണ്. നമ്മൾ ഇവിടുന്ന് 1000 കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു രാജ്യത്ത് പോയിട്ട് യാദൃശികമായിട്ട് കൺമുമ്പിൽ തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ ഹാഷിം സാഹിബിനെ കാണുകയാണ്. ഇതെങ്ങനെ ഇവിടെ എത്തി നമ്മൾ ആശ്ചര്യപ്പെട്ടേക്കാം. പക്ഷേ ഉടനെ എനിക്ക് ഹാഷിം സാഹിബുമായിട്ട് സംസാരിക്കാൻ കഴിയും. ഇത് ഹാഷിം സാഹിബ് തന്നെയാണ്, അല്ലാതെ ഈ രാജ്യത്തുള്ള അതേ രൂപമുള്ള, അതേ ശബ്ദമുള്ള വേറൊരു മനുഷ്യനല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വേറൊരു മനുഷ്യനാണ് എന്ന് ഞാൻ ചിന്തിക്കൂല. പറഞ്ഞു വരുന്നത്, ലോകത്ത് നമ്മളൊക്കെയും ഓരോ വ്യക്തിയായി, സവിശേഷതയുള്ള ഓരോ വ്യക്തിത്വമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ചാൽ നമുക്കുടനെ തിരിഞ്ഞു നോക്കാതെ തന്നെ ആ സുഹൃത്തിൻ്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാകും. അவ்விധത്തിലാണ് പഠിച്ചവൻ എത്ര ആളുകൾ ലോകത്ത് ജനിച്ചു മരിച്ചുപോയി, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള രൂപവും ഒക്കെ നൽകിയ പടച്ചവൻ. ആ പടച്ചവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ
അങ്ങനെ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹം നൽകിക്കൊണ്ട് ജീവിച്ച പടച്ചവരെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ലോകത്ത് ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യൻ ഒന്നാമതായും ഏറ്റവും പ്രധാനമായും നിർവഹിക്കേണ്ടത്. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. പടച്ചവൻ ഉണ്ടോ ഇല്ലേ, അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമുണ്ട്? ഇല്ല സുഹൃത്തേ, ഇല്ല സുഹൃത്തുക്കളെ, ഒരു വിഷയവുമില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയവും നമുക്ക് നിർവഹിക്കാനില്ല, പഠിക്കാനില്ല, മനസ്സിലാക്കാനില്ല. ഇങ്ങനെയൊക്കെ നമ്മളെ സംവിധാനിച്ചു. ഞാനിവിടെ സംസാരിക്കാം. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് സൗകര്യമൊരുക്കി തന്നിരിക്കുന്നത്, കഴിവ് തന്നിരിക്കുന്നത് പടച്ചവനാണ്. ആ പടച്ചവനെ കുറിച്ച് ഓർക്കാതെ ഞാനിവിടുന്ന് സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ അർത്ഥമുള്ളത്? നാവ് കൊണ്ട് ഞാൻ ചലിപ്പിക്കുമ്പോൾ ശബ്ദമായി വരുന്ന ഈ ഭാഷയിലൂടെ വരുന്ന ശബ്ദം അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുക്കി തന്ന പടച്ചവനെ തിരിച്ചറിയണം. അങ്ങനെ പടച്ചവനെ തിരിച്ചറിയുമ്പോൾ ആരാധനകൾ അടക്കമുള്ള എല്ലാം പടച്ചവന് മാത്രം നൽകിക്കൊണ്ട്, അവന്റെ തൃപ്തി മാത്രം ലാക്കാക്കിക്കൊണ്ട്, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്നെയും പ്രപഞ്ചത്തെയും ഈ ഭൂമിയെയും ഒക്കെ സംവിധാനിച്ച പടച്ചവൻ തന്നെയാണ് സ്വർഗവും സംവിധാനിച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് എനിക്കെത്താൻ പടച്ചവന്റെ തൃപ്തി കൂടിയേ കഴിയൂ. പടച്ചവൻ മാത്രം തൃപ്തിപ്പെട്ടെങ്കിലേ നമുക്ക് അവിടെ എത്താൻ കഴിയൂ എന്ന തിരിച്ചറിവ് ഒന്നാമതുണ്ടാവണം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. തൗഹീദ് സംബന്ധമായി ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടതാണ്, ഇനിയും കേൾക്കാനിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഒരു സിനിമാ നടൻ മരിച്ചു. കുറേ സിനിമകൾ അഭിനയിച്ച ഒരു പഴയകാല നടനാണ്. അയാളും അയാളുടെ ഭാര്യയും മക്കളും തമ്മിൽ ഒരു കണക്ഷനുമില്ല. ഈ മനുഷ്യൻ സിനിമയിൽ ഇങ്ങനെ സജീവമായിരുന്ന കാലത്ത് ഭാര്യയും മക്കളൊക്കെ അവഗണിച്ചു. ഇയാൾ ഈ ആസ്വാദന രീതിയിൽ അങ്ങനെ ജീവിച്ചു പോയി. ഇരിക്കട്ടെ, അവസാനമായി ഇയാൾ തളർന്ന് ഗാന്ധി ഭവൻ എന്ന ഒരു ആശ്രമത്തിൽ അഭയം തേടി ജീവിക്കുക, പരസഹായമില്ലാതെ. അല്ലെങ്കിൽ ആ ആശ്രമത്തിലെ അന്തേവാസികൾ, അവിടുത്തെ ആളുകളാണ് ഇയാളെ സഹായിക്കുന്നത്. ബന്ധത്തിൽപ്പെട്ട ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. മകനെ ഒന്ന് കാണണമെന്ന് അയാൾ ആഗ്രഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. മകൻ വരില്ല. എന്നെ തിരിഞ്ഞു നോക്കാത്ത എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാനെന്തിന് വരണമെന്നാണ് ഈ മകൻ ചോദിച്ചത്. മകൻ ബോംബെയിലെങ്ങും മറ്റുള്ള ഹിന്ദി സിനിമയിലെ വലിയൊരാൾ കൂടിയാണ്. അവസാനം ഇന്നലെ അയാൾ മരിച്ചപ്പോൾ മകൻ വന്നു അന്ത്യകർമ്മങ്ങൾ ചെയ്തു. പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു അതെങ്കിൽ, പടച്ചവന് തൃപ്തിലാക്കാക്കിക്കൊണ്ട് ജീവിക്കുന്നവരായിരുന്നു അവരെങ്കിൽ, അവർക്കൊരിക്കലും ഇவ்விധത്തിൽ അകന്നു പോകേണ്ടി വരുമായിരുന്നില്ല. ഇനി പിതാവ് ഈ രീതിയിൽ സുഖത്തിന് പിന്നാലെ പോയി മക്കളെ നോക്കാതെ അവഗണിച്ച് പോയാൽ തന്നെയും ആ മാതാപിതാക്കളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അവരെ മുഷിഞ്ഞൊന്ന് നോക്കാൻ പോലും പാടില്ല. അവരോട് ചേർന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അവരെ സംരക്ഷിക്കണം, അവരെ വിധത്തിലായിരുന്നാൽ പോലും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള ആളുകളായിരുന്നു അവരെങ്കിൽ, ഈ മക്കളെങ്കിലും അങ്ങനെ നേരത്തെ തോന്നിവാസവുമായി ജീവിച്ച അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിതം നയിച്ച പിതാവിനെ ചേർത്ത് വെച്ച് മക്കളുടെ മടിയിൽ കിടന്ന പിതാവ് മരിക്കുമായിരുന്നു. ഏതോ അനാഥാലയത്തിൽ പോയി മരിക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. മാതാപിതാക്കളെ ഇவ்விധം സംരക്ഷിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. മാതാപിതാക്കൾ മാത്രമല്ല, ഭാര്യ, മക്കൾ, ആ വിഷയമൊന്നും ഇനിയിപ്പോൾ സമയത്തിൻ്റെ പരിമിതി കണക്കിലെടുത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാൻ സൂറത്തുൽ ബഖറയിലെ 177 ആയത്തിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും എന്ന ആയത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, വബിന സബീലി വസ്സായിലീൻ, അനാഥരെയും അടുത്ത ബന്ധുക്കളെയും, വാതൽ മാലാലാ ഹുബ്ബിഹി ദബിൽ ഖുർബാ, പണത്തോട് പ്രിയമുണ്ടായിരിക്കെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുക. അക്കൂട്ടത്തിൽ പറഞ്ഞൊരു വിഷയമാണ് വബിന സബീലി വസ്സായിലീൻ, വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും. ആരാണ് വഴിപോക്കൻ? മാതാപിതാക്കളെ സംരക്ഷിക്കണം,
ബന്ധുമിത്രാദികളെ, ഭാര്യയെ, മക്കളെയൊക്കെ സംരക്ഷിക്കണം. വഴിപോക്കൻ ആരാണ് വഴിപോക്കൻ? നമുക്കറിയില്ല. എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന ഒരു മനുഷ്യൻ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. സക്കാത്തിന്റെ ഒരു വിഹിതം പോലും കടബാധിതരായി ഇത്തരത്തിലുള്ള വഴിപോക്കന്മാർക്കുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കണം. നമ്മുടെ നിർബന്ധമായി നമ്മൾ നൽകേണ്ട ഒരു ബാധ്യതയാണ്. അങ്ങനെ നമുക്കറിയ പോലും ചെയ്യാത്ത ഏതോ ഒരു രാജ്യത്തുള്ള, ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ പോലും സഹായിച്ചില്ലെങ്കിൽ താൻ ഇസ്ലാമിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അவ்விധത്തിൽ മനുഷ്യനെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാം മാത്രമാണ് ഈ രീതിയിൽ പരിഗണിച്ചിരിക്കുന്നത്. ഇനി അയൽപക്ക ബന്ധമാണെങ്കിലോ, അയൽപക്ക ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് നമ്മളുടെ അനന്തരാവകാശം അവർക്ക് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുന്നതാണ്. ഞാൻ ഹദീസൊന്നും ഉദ്ധരിക്കുന്നില്ല. അത്രമാത്രം അവരെ പരിഗണിക്കണം. ഒരു മനുഷ്യൻ നല്ലവനോ ചീത്തയോ ആണോ എന്ന് തിരിച്ചറിയാൻ അയൽക്കാരനോട് ചോദിച്ചാൽ മതി. ആ അഭിപ്രായം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അയൽപക്ക ബന്ധത്തെയും എല്ലാ മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തെയും വളരെ മനോഹരമായിട്ടാണ് ഇസ്ലാം കൈയാളിയിരിക്കുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന പാഠം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വഴിയിൽ തടസ്സം ഉണ്ടാകുമ്പോൾ, ഈമാന്റെ കാര്യമായിട്ട് പറഞ്ഞാണല്ലോ, സബഊന ശുഅബ അൽ ഈമാനു ബിളു സബൂന ശുഅബ, 70 ശാഖകളായിട്ട് ഉണ്ട്. ഈമാൻ 70 ശാഖകളിലാണ്. അലാഹ, അതിലേറ്റവും ഉയർന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വ അദ്നാഹ ഇമാതത്തുൽ അദാ അൻ തരീഖ്, വഴിയിൽ നിന്നുള്ള തടസ്സം നീക്കണം. വഴിയിൽ നിന്നുള്ള, നമ്മൾ നടന്നു പോവുകയാണ്, വഴിയിലൊരു തടസ്സമുണ്ട്, ചെറിയ മുള്ളായിരിക്കാം, വലിയ കല്ലായിരിക്കാം, അത് നീക്കി കൊടുക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വഴിയിൽ ഒരു വലിയ കല്ല് കാണുകയാണ്, വലിയ മുള്ള് കാണുകയാണ്, വലിയ തടസ്സം കാണുകയാണ്. ഞാനത് നീക്കി കൊടുത്താൽ യാത്രക്കാർക്കൊക്കെ സുഖം കിട്ടും, സുഖകരമായിട്ട് പോകാൻ കഴിയും. ആ യാത്രക്കാരാരാണ്? നമുക്കറിയുന്നവരല്ലല്ലോ. ചിലപ്പോൾ എന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രു പോലും ആയാൽ, പോലും അയാളുടെ വഴിയാത്രക്ക് സുഖമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഏർപ്പാടാണ് ഞാൻ നിർവഹിക്കുന്നത് ഇസ്ലാം ഈമാന്റെ പേരിൽ. അങ്ങനെ നിർവഹിച്ചു കൊണ്ടേ ഇരിക്കണം. അയാൾ എങ്ങനെയും വരട്ടെ, എന്നെ ആക്രമിക്കലാണ് അയാൾക്ക് ലക്ഷ്യമെങ്കിൽ അതങ്ങനെ നടക്കട്ടെ, അതിന്റെ പ്രതിവിധികൾ വേറെയുണ്ട്. പക്ഷേ അതുപോലും നിർവഹിക്കാതെ മാറി നിൽക്കരുത് എന്ന് പഠിപ്പിക്കുക വഴി ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദല്ലാഹ അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ വമാ തവാലാ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅല്ലാഹ്. വിട്ടുവീഴ്ച ചെയ്യുന്ന ദാസന്റെ അന്തസ് അള്ളാഹു വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. വിട്ടുവീഴ്ച ചെയ്യുന്ന അനുയായിയുടെ അന്തസ്, അഭിമാനം പടച്ചോ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവനെ അള്ളാഹു ഉന്നതനാക്കുകയും ചെയ്യും. അള്ളാഹു ഉയർത്തും. പടച്ചവന് വേണ്ടി വിനയം കാണിക്കുന്ന ആളുകളെ പടച്ചവൻ ഉയർത്തും. നമ്മൾ കേട്ടൊരു വലിയ പ്രവാചക വചനമുണ്ടോ, പുഞ്ചിരി പോലും സദഖയാണ്. സദഖ എന്ന് പറഞ്ഞാൽ എത്രമാത്രം പവിത്രമായ പുണ്യകർമ്മമാണ്. ആ സദഖയിലാണ് ഒരു മനുഷ്യനെ ആരെ കണ്ടാലും, വേണ്ടപ്പെട്ടവരെ കണ്ടാലും അറിയാത്തവരെ കണ്ടാലും പുഞ്ചിരിച്ചുകൊണ്ട് സമീപിക്കുക എന്നുള്ളത് മതം പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകനോളം പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ അഭിമുഖീകരിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുഞ്ചിരിയോടെ ഒരാളെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു നീരസമൊക്കെ ഉണ്ടായിപ്പോയാൽ അതൊക്കെ അങ്ങ് ദ്രവിച്ചു പോകും, ഇല്ലാതായി പോകും. അவ்விധത്തിൽ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളും ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന് അവൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന നിർദ്ദേശങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന കാര്യങ്ങളാണ്, അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്
എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെ അവന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ശ്രമത്തിനിടയിൽ തന്നെ ആ നേട്ടങ്ങളുടെ പരിശ്രമങ്ങൾക്കിടയിലും പടച്ചവനെ മറക്കരുത് എന്നൊരു പാഠമാണ്. ഫർള് കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കുറേ കർമ്മങ്ങളുണ്ട്. അതുകൂടി നിർവഹിക്കുമ്പോഴേ നമ്മുടെ തുലാസിൽ മീസാനിൽ സൽക്കർമ്മങ്ങൾക്ക് ഖനം വെക്കുകയുള്ളൂ, അങ്ങനെ നമുക്ക് സ്വർഗം നേടാൻ കഴിയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു സന്ദർഭമാണ്, ഒരു മനുഷ്യൻ പ്രവാചകൻ്റെ അടുക്കൽ വന്നു, ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നില്ല, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക, നിർബന്ധമായ നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞത് ഞാൻ നിർവഹിക്കും, ഇപ്പറഞ്ഞതിനപ്പുറം ഞാനൊന്നും നിർവഹിക്കൂല. നമസ്കാരം നിർവഹിക്കുക, ഫർള് നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, ഫർളായ നിർബന്ധമായ കാര്യങ്ങളൊക്കെയും അനുഷ്ഠിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അതിൽ പങ്കു ചേർക്കാതിരിക്കുക. ഇതിലപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹം പോയപ്പോൾ പറഞ്ഞ മറുപടി സഹാബികളോട് പറഞ്ഞു, സ്വർഗപ്രവേശം സാധ്യമാകുന്ന ഒരാളെ കാണണമെങ്കിൽ അതാ നോക്കുന്ന. സുന്നത്തുകായ കാര്യങ്ങൾ പോലും നിർവഹിച്ചില്ലെങ്കിലും അവന് സ്വർഗപ്രവേശം സാധ്യമാകും, മറ്റ് ജീവിതത്തിൽ പോരായ്മകളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ. ജീവിതത്തിൽ പോരായ്മകളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഇന്നാലിന്ന വീട്ടിലെ ഇന്നാലിന്ന സ്ത്രീ നന്നായി നമസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, നോമ്പനുഷ്ഠിക്കും, സുന്നത്തും ഒക്കെ നിരന്തരം അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അയൽപ്പക്കത്തെക്കുറിച്ച്, അയൽക്കാരെക്കുറിച്ച് നല്ലതല്ലാത്തതേ വായിൽ നിന്ന് വരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഹിയ ഫിന്നാർ, നരകത്തിലാണ് സ്ത്രീ. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് നൽകുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹിയ ഫിന്നാർ, നരകത്തിലാണ്. അതേ മനുഷ്യൻ വേറൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, ആ സ്ത്രീ നമസ്കാരം നിർവഹിക്കുന്നു, ഫർള് നമസ്കാരം, നോമ്പനുഷ്ഠിക്കുന്നു, ഫർളായ നോമ്പ്, സക്കാത്ത് നൽകുന്നു കൃത്യമായ കണക്കനുസരിച്ച്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, പരിമിതമായ രീതിയിൽ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർബന്ധ ബാധ്യതകളൊക്കെ നിർവഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അയൽക്കാരെ കുറിച്ചൊരു വാക്ക് പോലും മോശമായിട്ട് പറയുകയേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിലപാട്. അത് ആ മനസ്സിനെ നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന തൗഹീദും അതിൻ്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ഒരാളുടെ മനസ്സിൽ പടച്ചവൻ കയറിയാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ഇരുട്ടത്തും വെളിച്ചത്തിലും വാക്കിലും പ്രവൃത്തിയിലും നടത്തത്തിലും ഇരുത്തത്തിലും ജോലിയിലും ജോലിയില്ലാത്തപ്പോഴുമൊക്കെ ഒന്നും ചിന്തിക്കാനും ഒന്നും മറിച്ചൊന്നും ചെയ്യാനും കഴിയില്ല. അവൻ്റെ തൃപ്തി അവൻ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ്. അങ്ങനെ മനോഹരമായ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മിൽ നിന്നൊരു വീഴ്ച വന്നാൽ, നമ്മിൽ നിന്നൊരു പോരായ്മ വന്നാൽ അത് മുസ്ലിങ്ങളാണെന്ന രീതിയിൽ മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുന്ന, മുജാഹിദുകളാണെന്ന രീതിയിൽ മുജാഹിദുകളെ അധിക്ഷേപിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മളായിട്ട് നമ്മുടെ മതത്തെ, ഇസ്ലാമിനെ, ഈ ആദർശത്തെ, ഈ സംഘത്തെ കുറ്റം പറയിപ്പിക്കുന്നൊരവസ്ഥയും ആരും ഉണ്ടാവരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം തന്നതിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരയണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരയണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. ഞങ്ങളെ വളർത്തുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്ന ഘട്ടത്തിൽ പാളിച്ചകൾ വന്നു പോകാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാവാം. റബ്ബെ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അള്ളാഹു.
പലരും അവശരാണ് ഞങ്ങളുടെ മാതാപിതാക്കളിൽ, പലരും ക്ഷീണിതരാണ്, പലരും രോഗികളാണ്. റബ്ബേ, അവരുടെ രോഗം നീ ശിഫ നൽകി, അവരുടെ ക്ഷീണം നീ മാറ്റി, അവർക്ക് നീ അനുഗ്രഹം വർഷിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നിന്റെ മഹാസ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. നീ വിജയം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ അല്ലാഹ്. രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇവയെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹലാലായ ജീവിത ലക്ഷ്യങ്ങൾ റബ്ബേ നീ എളുപ്പത്തിൽ സാധ്യമാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ബഹുമാന്യനായ അസ്ലം സാഹിബിന് ഔപചാരികതയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അസ്ലം സാഹിബിന് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ആശം സാഹിബ് പറഞ്ഞു, പതിറ്റാണ്ടുകളും ഇസ്ലാഹി പ്രവർത്തന രംഗത്ത് ഇവിടെ ഒമാനിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം. ആദ്യകാല ഇസ്ലാഹി പ്രവർത്തകരെയും നേതാക്കളെയും ഒപ്പം നിലവിലെ ഇസ്ലാഹി പ്രവർത്തകരെയും നേതാക്കളെയും അറിയുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളാണ് ബഹുമാന്യനായ അസ്ലം സാഹിബ്. അദ്ദേഹം സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ സജീവമായിരുന്നു. ചലാലയിലെ KMCCയുടെ അമരത്തിരുന്നു കൊണ്ട് തന്നെ ഇസ്ലാഹി പ്രവർത്തനം കൂടെ കാഴ്ചവെച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ സാമൂഹ്യ രംഗത്തും അതുപോലെ വിശ്വാസ രംഗത്തിനുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ഏറെ ശ്രദ്ധേയനായ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് തന്നെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ സാധാരണഗതിയിൽ ഇസ്ലാഹി സെന്ററിന്റെ ആതിഥ്യനായിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാലം അത്രയും പ്രവർത്തിച്ചത്. എന്നാൽ ഇന്ന് അതിഥിയായിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്ത റബ്ബ് അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.